എല്ലാ കൊച്ചുകൂട്ടുകാർക്കും 3-ാം ക്ലാസ്സിലെ 9-ാം പാഠഭാഗമായ അമ്പിളി അമ്മാവനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറിയ കവിതയാണ് പഠിക്കാനുള്ളത്. പന്തളം കേരളവർമ്മയാണ് ഈ കവിതയുടെ രചയിതാവ്. അപ്പം നമുക്കിനി കവിതയിലേക്ക് കടക്കാം. പാഠം 9, അമ്പിളി അമ്മാവൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റേതായൊരു ഈണത്തിലാണ് ഇപ്പോൾ ചൊല്ലുന്നത്. നിങ്ങൾക്കിത് ഏത് ഈണത്തിൽ വേണമെങ്കിലും പാടി അവതരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കവിത മൊത്തത്തിലൊന്ന് പാടി നോക്കാം. അതിനുശേഷം ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അമ്പിളി അമ്മാവ പിരിഞ്ഞു നിന്നൻപിനോടൊന്നു ചൊല്ല്, എങ്ങു പോകുന്നീ വണ്ണം നീ തനി ചങ്ങു ഞാനും വരട്ടോ, നേരമിരുട്ടിയല്ലോ തനിച്ചയ്യോ പേടിയല്ലേ നടപ്പാൻ, കൂട്ടിനായി വന്നിടാം ഞാൻ നല്ല നല്ല പാട്ടുകൾ പാടിടാം ഞാൻ, താരക പെൺമണികൾ നടുവിൽ നീ രാജനായി വാണിടുമ്പോൾ, താണവരോടു മിണ്ടാൻ നിനക്കൊരു നാണമാകുന്നതുണ്ടോ, വെള്ളിത്തളിക പോലെ മാനത്തു നീ മിന്നിത്തിളങ്ങുന്നല്ലോ, വല്ലതും തന്നിടാമോ വിശക്കുന്നു കൂടെ ഞാനും വരട്ടു, വല്ലതും തന്നിടാമോ വിശക്കുന്നു കൂടെ ഞാനും വരട്ടു, കൂടെ ഞാനും വരട്ടു. അപ്പോൾ വളരെ ലളിതമായ വളരെ സുന്ദരമായ ഒരു കവിതയാണ്. ഈ കവിതയിൽ ഒരു കൊച്ചുകുട്ടി അമ്പിളി അമ്മാവനോട് സംസാരിക്കുന്നതാണ് സന്ദർഭം. അപ്പോൾ എന്താണ് ആദ്യ വരികളിൽ പറയുന്നത്? അമ്പിളി അമ്മാവ തിരിച്ചു നിന്നെ അൻപിനോടൊന്ന് ചൊല്ലു. അമ്പിളി അമ്മാവ, അൻപെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തോടെ. അപ്പോൾ നിന്റെ സ്നേഹത്തോടെ ഒന്ന് പറയൂ. എന്ത് പറയാൻ? എങ്ങു പോകുന്നീ വണ്ണം നീ തനിച്ചങ്ങു ഞാനും വരട്ടോ. നീ എങ്ങോട്ടാണ് തനിച്ച് പോകുന്നത്? അങ്ങോട്ട് ഞാനും വരട്ടെ എന്ന് ആര് ചോദിക്കുന്നു? ഈ കുട്ടി അമ്പിളി അമ്മാവനോട് ചോദിക്കുന്നു. നേരമിരുട്ടിയല്ലോ തനിച്ചയ്യോ പേടിയില്ലേ നടപ്പാൻ. നേരം ഒരുപാടായില്ലേ, നിനക്കപ്പോൾ തനിച്ച് നടക്കാൻ പേടിയില്ലേ എന്ന് കുട്ടി ചോദിക്കുകയാണ്. കൂട്ടിനായി വന്നിടാം ഞാൻ നല്ല നല്ല പാട്ടുകൾ പാടിടാം ഞാൻ. ഞാൻ എന്ത് ചെയ്യാം? നിനക്ക് ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പേടിയില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, കൂട്ടിനായിട്ട് ആര് വന്നിടാം? ഞാനും വന്നിടാം. ഒപ്പം എന്ത് ചെയ്തിടാം? നല്ല നല്ല പാട്ടുകൾ നിന്നോട് എന്ത് ചെയ്തിടാം? പാടിടാം എന്ന് ആര് പറയുന്നു? കുട്ടി പറയുന്നു. താരക പെൺമണികൾ നടുവിൽ നീ രാജനായി വാണിടുമ്പോൾ. താരക പെൺമണികളുടെ നടുവിൽ, താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്രം, നക്ഷത്രങ്ങളുടെ നടുവിൽ നീ എന്ത് ചെയ്യുന്നു? രാജാവായി വാണിടുമ്പോൾ. താണവരോട് മിണ്ടാൻ നിനക്കൊരു നാണമാകുന്നതുണ്ടോ? താണവരോട് മിണ്ടാനായിട്ട് നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നാണമാകുന്നുണ്ടോ എന്ന് കുട്ടി ചോദിക്കുകയാണ്. വെള്ളിത്തളിക പോലെ മാനത്തു നീ മിന്നിത്തിളങ്ങുന്നല്ലോ. വെള്ളിത്തളിക എന്ന് പറഞ്ഞാൽ വെള്ളിപ്പാത്രം. അപ്പോൾ വെള്ളിപ്പാത്രം പോലെ മാനത്ത് നീ മിന്നിത്തിളങ്ങുന്നല്ലോ, വല്ലതും തന്നിടാമോ വിശക്കുന്നു കൂടെ ഞാനും വരട്ടോ. എനിക്ക് എന്തെങ്കിലും തരാമോ? എനിക്ക് വിശന്നിട്ട് പാടില്ല, ഞാനും കൂടെ വരട്ടെ എന്ന് ആര് ചോദിക്കുകയാണ്? ഈ കുട്ടി അമ്പിളി അമ്മാവനോട് ചോദിക്കുന്നതാണ് കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ കവിത എഴുതിയതാരാണ്? പന്തളം കേരളവർമ്മയാണ്. കവിതയുടെ പേരെന്താണ്? അമ്പിളി അമ്മാവൻ. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം.